ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കാർഡ്ബോർഡ് കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് ആയാലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കാർഡ്ബോർഡ് ഒന്നും ഞാൻ വിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കിട്ടിയിരിക്കുന്ന കാർഡ്ബോർഡ് കുറച്ച് മോശമെന്നാണ്. അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ച അത്രയും സൈസും ഇല്ല. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇട്ടൊന്ന് വേറെ പീസുകളൊക്കെ വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ഹാർഡിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഹാർഡിൻ്റെ ഷേപ്പിലുള്ള ഒരു വാൾ ഷെൽഫാണ് ഞാൻ കാർഡ്ബോർഡ് കൊണ്ട് ഇന്ന് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കാർഡ്ബോർഡ് വെച്ചിട്ട് വാൾ ഷെൽഫ്സ് ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മാസ്ക് ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഹാർഡിൻ്റെ സൈഡൊന്ന് കാർഡ്ബോർഡ് കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സൈഡ് ഫുള്ളൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡ് കട്ടി കുറഞ്ഞതാണ്. എനിക്ക് ഒരു 2 ലെയറൊക്കെ ആയിട്ട് വെക്കാനുള്ള കാർഡ്ബോർഡ് എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല കട്ടിയിലൊക്കെ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. സൈഡിലായിട്ട് എന്നിട്ട് മാസ്ക് ടേപ്പ് കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഷെൽഫ്സ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കാർഡ്ബോർഡ് കട്ടിങ്സ് തന്നെ വെച്ചിട്ട് ഓരോ കള്ളുകളായിട്ട് എടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഇതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ എഡ്ജസ് എല്ലാം ഒന്ന് മാസ്ക് ടേപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ചെറിയ ചെറിയ പീസുകൾ മാസ്ക് ടേപ്പ് എടുത്തിട്ട് കത്രിക കൊണ്ട് സൈഡൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാ എഡ്ജസും ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാസ്ക് ടേപ്പ് കൊണ്ട് എല്ലാം കവർ ചെയ്തെടുത്തു. ഇപ്പോൾ ഞാനൊരു ബാറ്ററാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാൾപ്പൊട്ടി അതുപോലെ തന്നെ ഫെവിക്കോളും വെള്ളം കൂടി വെച്ചിട്ടുള്ളൊരു ബാറ്ററാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊന്ന് ഷെൽഫ്സിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കാർഡ്ബോർഡിന് കട്ടി കുറവാണല്ലോ, അപ്പോൾ ഇച്ചിരി നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ഇരുന്നോളും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന വാൾപ്പൊട്ടി ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് അത് തികഞ്ഞില്ല. അപ്പോൾ അതിന് പകരം ഞാനാണെങ്കിൽ കുറച്ച് പാസ്റ്റർ ഫയർസും കൂടി ഞാൻ ആഡ് ചെയ്തു. അങ്ങനെ അത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ടാണെങ്കിൽ അതിലോട്ട് കുറച്ച് വൈറ്റ് കളർ ഫാബ്രിക് പെയിൻറ്റും അതുപോലെ തന്നെ ഫെവിക്കോളും റെഡ് കളർ ഫാബ്രിക് പെയിൻറ്റോട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ പെയിൻറ്റ് വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഇതുപോലെ ഒരു വലിയൊരു വാൾ ഷെൽഫ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അധികം പെയിൻറ്റ് വേണം. അപ്പോൾ അത് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ലൂസാക്കി എടുത്തിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പെയിൻറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നന്നായി ഉണങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി ഇതൊന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷെൽഫ്സിൽ കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് തരാം. അതുവരെയും ടാറ്റ ബൈ.